നമ്മൾ വീണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ട് നാളെ മലപ്പുറം ഭാഗത്തുണ്ട്, മറ്റന്നാളെ കണ്ണൂരാണ്, അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് കോഴിക്കോടാണ്. അങ്ങനെ 3 ദിവസമായിട്ട് കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ വീണ്ടും പറയണേ, ഇത് ഷെയർ ചെയ്യണം. വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം ആളുകൾ എൻ്റെ പേജ് ഷെയർ ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോഴാണ് വീണ്ടും 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 ആ വീഡിയോ എത്തുള്ളൂ. കാരണം അങ്ങനെ എത്തുമ്പോഴാണ് ഞാൻ ചെയ്യുന്ന ആ ചാരിറ്റിയുടെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. പിന്നെ പ്രധാനമായിട്ടും വന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, ഒരു മാസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മറ്റേ അമൃത ഹോസ്പിറ്റലിൽ വെച്ച് ഒരു കുട്ടിക്ക് കരൾ മാറ്റിവെക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം ആ കുട്ടി മരണപ്പെടുകയും അതിൽ നിന്ന് 1 രൂപ പോലും അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പൈസ മുഴുവൻ നമ്മളൊരു പുതിയ അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പൈസ മുഴുവൻ കൊടുത്തു തീർന്നു എന്നറിയിക്കാനും ആണ് ഇപ്പോൾ നിങ്ങളോട് വന്നിട്ടുള്ളത്. കാരണം ആ പുതിയ അക്കൗണ്ടിലേക്ക് വന്ന മുഴുവൻ പൈസയും ക്യാഷായിട്ട് കൊടുക്കാതെ എല്ലാവർക്കും ചെക്ക് ബൈ ചെക്കായി അവരവരുടെ അക്കൗണ്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത് രോഗികളുടെ. കാരണം അത് നമ്മുടെ സുതാര്യമായ നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നാളെ ആർക്കും അത് പരിശോധിക്കാവുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നാളെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കുടുംബത്തിന് നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് കൂടി ഏറ്റിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ആ വീടിൻ്റെ ചെയ്യാനുള്ള ഒരു തീരുമാനവും കൂടി നമ്മൾ പ്രഖ്യാപിച്ചതിന് ശേഷം ബാങ്കിൽ പോയിട്ട് ആ 80 ലക്ഷം രൂപയുടെയും മുഴുവൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫേസ്ബുക്കിലൂടെ ഞാനത് അറിയിക്കും. അത് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഞാനിതിലൂടെ ഫോട്ടോ എടുത്ത് ഇതിലൂടെ ഞാൻ അറിയിക്കും. കാരണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ അങ്ങനെയാണ്, പല രീതിയിലുള്ള റൂമറുകളൊക്കെ വരുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു പൈസ അത് എന്ത് ചെയ്തു, ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹക്കല്ലാത്ത 1 രൂപ പോലും നമുക്ക് വേണ്ട. ഒപ്പം തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കണം എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും അതിൽ നിന്നും 1 രൂപയടക്കം ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ ആ കൊടുത്ത ആളുകളുടെ അഡ്രസ്സും ലിസ്റ്റ് അടക്കം ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കം 2-3 ദിവസം കൊണ്ട് തന്നെ ഞാനിതിൽ വിടും. കാരണം അത് തീരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. കൊടുത്തു തീർന്നതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കുമല്ലോ നല്ലത് എന്നുള്ളത് കൊണ്ടാണ് വെയിറ്റിംഗ് ആയത്. നാളത്തോടു കൂടി അതിൻ്റെ മുഴുവൻ പൈസയും, കാരണം ഇപ്പോൾ ഏകദേശം 62 ലക്ഷം രൂപ കൊടുത്തു തീർന്നു. അവരുടെ വീടിൻ്റെയും കൂടി നാളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 72 ലക്ഷം രൂപയോളം കൊടുത്തു തീർന്നിട്ടുണ്ട്. ഇനി അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരണം. 80 ലക്ഷം രൂപയും നമ്മൾ കൊടുത്തു തീരും. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് എല്ലാം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഞാനിതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. കാരണം മറ്റുള്ള ഒരു തലത്തിലേക്ക് ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റൊരു രീതിയിലേക്കുള്ള ചർച്ചയ്ക്കോ മറ്റൊരു കാര്യങ്ങൾക്കോ പോകാൻ പാടില്ല. കാരണം നമ്മൾ അത്രക്കും ഇതായിട്ടാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ പല രീതിയിലുള്ള ഏതോ ഒരു ഇതുകൂടി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങളിൽ സംശയങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് വിളിച്ച് ചോദിക്കാൻ മടിക്കരുത്. കമൻ്റ് ആയിട്ടെങ്കിലും, എന്നെ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടെങ്കിലും നിങ്ങളത് എന്നോട് ചോദിക്കണം. കാരണം ഇത് ഞാൻ തനിച്ച് ചെയ്യുന്നതല്ല, ഞാനും നിങ്ങളും നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു ചാരിറ്റി പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് സ്ഥലം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 ഏക്കർ സ്ഥലമോളം നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മളത് വാങ്ങിക്കും. കാരണം അത് എൻ്റെ പേരിലൊന്നുമല്ല കേട്ടോ, ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് നമ്മൾ ആ ട്രസ്റ്റിൻ്റെ പേരിലാണ് വാങ്ങാൻ പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട വൃദ്ധരായ അച്ഛനെയും അമ്മനെയും ഒക്കെ ആ മാതാപിതാക്കളെ ഏറ്റെടുക്കുക, ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഏറ്റെടുക്കുക, മാനസിക രോഗികളായിട്ടുള്ള ആളുകൾ, അതായത് ഒരു തരത്തിലും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത, ആർക്കും വേണ്ടാത്ത ജീവിതങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് ഒരു സ്വർഗം തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ഥാപനമായിരിക്കണം എന്നുള്ള രീതിക്ക് തന്നെ. അപ്പോൾ അങ്ങനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം നോക്കിയിട്ടുണ്ട്. നമുക്കതുകൂടി വാങ്ങിക്കണം. അപ്പോൾ അത് വാങ്ങിച്ച് അങ്ങനൊരു സംവിധാനം ചെയ്യണം. അതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. നമ്മൾ ഈ ചാരിറ്റി മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് അത്തരത്തിലുള്ള കുറേ അമ്മമാരെയും അച്ഛനമാരെയും സഹോദരങ്ങളെയൊക്കെ അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവരെ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. കാരണം ഈ ഒരു ചാരിറ്റി പ്രവർത്തനം എത്ര കാലം എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു മേഖലയും കൂടി ചേർത്ത് പിടിക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു കാര്യം കൂടി ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം ഞാൻ ആ കാര്യം കൂടി ചെയ്യും. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമല്ല, കാരണം ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് അത് നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് മാത്രം.
പിന്നെ വീണ്ടും ഞാൻ പറയുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലോ, അല്ല റൂമറുകളൊക്കെ കേൾക്കുന്നുണ്ട്, എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ഒരാൾക്കും ഇതാക്കേണ്ട, മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ആർക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്നൊരാൾ പറഞ്ഞു, ഞാനത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയണത്, ഫിറോസ് ഇപ്പോൾ പുതിയ വണ്ടി എടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ വണ്ടിയല്ല. അതെനിക്ക് നെഹദി കുഴിമന്തിയുടെ അഷറഫും അതുപോലെ തന്നെ നമ്മുടെ മഞ്ചേരിയിലുള്ള അനീഷ് കുമാളിയും കൂടി വാങ്ങിച്ചു തന്നതാണ്. നമ്മുടെ വണ്ടി കൊടുത്ത് ബാക്കി പൈസ അവർ കൊടുക്കാമെന്ന് ഉറച്ചിട്ട് വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ ആ വാഹനത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം മറ്റോരോ ആളുകൾ തരുന്നതാണ്. അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞതാണ്. ഞാനിത് ഫേസ്ബുക്കിൽ വിളിച്ചു പറയട്ടെ ചോദിച്ചപ്പോൾ അന്ന് അവർ പറഞ്ഞത് അത് വേണ്ട, കാരണം ആർക്കെങ്കിലും അതിനകത്തൊരു സംശയം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഉള്ളിൽ നിൽക്കുന്നില്ല. കാരണം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല ആളുകൾക്കും മാനസികമായിട്ട് തോന്നുന്നത് എന്താണ് ഏതാണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു വല്ല തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഒരാളോടും ഞാൻ എനിക്ക് ഇന്നത് വേണം എന്നുകൊണ്ട് ഞാൻ ആരോടും ഞാൻ ആവശ്യപ്പെടാറില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. എനിക്ക് വണ്ടി വേണം, എനിക്ക് വീട് വേണം, എനിക്ക് സ്ഥലം വേണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് തരുന്നതൊക്കെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. കാരണം അത് അവർ സ്നേഹത്തോടെ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് പറയലില്ല. കാരണം അത് വേണ്ട എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ശരിയല്ല. അത് അവരിലൂടെ പടച്ചോൻ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. അതൊക്കെ മറ്റുള്ള ആളുകളിലൂടെ പടച്ചോൻ തരുന്ന അനുഗ്രഹങ്ങളാണ്. അതൊരിക്കലും തട്ടിത്തെറിപ്പിക്കാനോ വേണ്ടോന്നോ പറയാൻ പാടില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന് കണക്കാക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് തരുന്നത് എന്താണെങ്കിലും ഞാൻ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ആ കാര്യത്തിലുള്ളൂ. പിന്നെ അതിൽ പ്രധാനമായിട്ടൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, നമ്മൾ കടകളുടെ ഉദ്ഘാടനങ്ങൾ അതുപോലെ തന്നെ വിദേശ യാത്രകളൊക്കെ ഇങ്ങനെ ചെയ്ത് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിക്ക് ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കടകൾ ഉദ്ഘാടനം ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ വാഹനം ഓടുന്നതിൻ്റെ ഡീസലും. എൻ്റെ കൂടെ വരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? 4-5 പേര് കൂടെ ഉണ്ട്, അവർക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള കുടുംബമുണ്ട്. അപ്പോൾ അതിന്ന് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അത് ഞാൻ അതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. വണ്ടിയിൽ ഡീസൽ എടുക്കും, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ആ പൈസനെ ചിലവഴിക്കൽ. പിന്നെ രണ്ടാമത്തെ കാര്യം വേറെ എന്താണെന്ന് വെച്ചാൽ, കൂടുതലും നമ്മൾ ബാലൻസ് വരുന്ന പൈസ, നിങ്ങൾക്കറിയാം, നമുക്കിപ്പോൾ കടകൾ ഉദ്ഘാടനം ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത പൈസ കിട്ടും. പക്ഷെ ഞാൻ ഈ ഡീസലിൻ്റെയും അതായത് അവരവരുടെ ആ ചെലവിൻ്റെ പൈസയും കഴിഞ്ഞാൽ ബാക്കി വരുന്ന പൈസയൊക്കെ കാണുന്ന രോഗികൾക്കൊക്കെയാണ് അത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 2-3 വേദികളിൽ ഞാൻ തുറന്നു പറയും, അവിടെ വെച്ചിട്ട് തന്നെ കൊടുക്കുകയും ചെയ്താൽ. മലപ്പുറത്തെ ഒരു വേദിയിൽ നിന്ന് 75,000 രൂപയുടെ ചെക്കാണ്. എത്രയായിരുന്നു എന്ന് എനിക്കറിയില്ല. ഫിറോസിന് പ്രവർത്തനത്തിന് വേണ്ടി ചെക്ക് കൈമാറുന്നു എന്ന് പറഞ്ഞ ചെക്ക് തന്നപ്പോൾ ഞാനത് തുറന്നു പോലും നോക്കാതെയാണ് അവിടെ വന്ന ഒരു ഓപ്പറേഷന് വേണ്ടി വന്ന ഒരു ഉമ്മാക്ക് ഞാൻ ആ ചെക്ക് എടുത്തു കൊടുത്തത്. അപ്പോൾ ആ ചെക്ക് ഉമ്മ തുറന്നു നോക്കിയപ്പോഴാണ് ഏകദേശം 75,000 രൂപ അതിലുണ്ടായിരുന്നു എന്നറിഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇവിടെ എന്താണ് കൊച്ചിയിൽ ഒരു കോഫി ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ നിന്ന് 25,000 രൂപയാണ് അവർ തന്നത്. അത് അപ്പം തന്നെ നമ്മൾ വേറൊരു കുട്ടിയുടെ ചികിത്സയ്ക്ക് കൊടുത്തു. അപ്പോൾ ഈ നമ്മൾ ഓരോ ഭാഗങ്ങളിൽ പോകുമ്പോഴും അവിടെ നിന്നൊക്കെ കിട്ടുന്ന പൈസ ഒരിക്കലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ല. ബാലൻസ് വരുന്ന മുഴുവൻ തുകയും അതല്ല ഇങ്ങനെ കിട്ടുന്ന വലിയ വലിയ എമൗണ്ടുകളൊക്കെ അപ്പോൾ അത് രോഗികൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മളതൊന്നും കൊണ്ടുപോകണില്ല. ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ്. സത്യമായിട്ടും പറഞ്ഞാൽ ഈ കടകൾ ഉദ്ഘാടനം ചെയ്ത് കിട്ടുന്നതാണെങ്കിൽ ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിലും അതൊക്കെ രോഗികൾക്ക് മറ്റുള്ള, കാരണം നമ്മളൊരു ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ അത് ആ രീതിക്കട്ടിനെ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിക്ക് അതൊക്കെ ഞാനവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഒന്നും നമ്മൾ കൊണ്ടുപോകണില്ല. അത് മാത്രമല്ല, വിദേശ യാത്രകൾ ചെയ്യുന്നതാണ് ചില ആളുകൾക്ക് പ്രശ്നമായിട്ട് പറഞ്ഞത്. ഓരോ വിദേശ യാത്രയിലും ഞാൻ 3, 4, 5 വീടുകൾ സംഘടിപ്പിച്ചിട്ടാണ് വരുന്നത്. ഖത്തറിൽ നിന്ന് 3 വീടുകളാണ് നമ്മൾ സ്പോൺസർ വാങ്ങിയത്. അതുപോലെ തന്നെ നമ്മൾ സൗദി അറേബ്യയിൽ പോയപ്പോൾ 5 വീടുകൾ കിട്ടി. UAE പോയപ്പോൾ 5 വീട് സംഘടിപ്പിച്ചിട്ടുണ്ട്. നിസാർ പട്ടാമ്പി ലേലുണ്ട്. നിസാർ പട്ടാമ്പിയും കൂടി സഹകരിച്ചിട്ടാണ് 5 വീടാണ് UAE നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഓരോരോ പോക്കും വിദേശ യാത്രകൾ ഞാൻ പോകുന്ന എനിക്ക് സുഖിക്കാൻ പോകുന്നില്ല. പഠിച്ചവനാണെ എനിക്ക് ഫ്ലൈറ്റിലിരിക്കുക എന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുക. 4-5 മണിക്കൂർ കെട്ടിയിട്ട പോലെ അതിനകത്ത് ഇരിക്കൽ. അപ്പോൾ നമ്മൾ വിദേശ യാത്ര പോകുന്നത് സുഖിക്കാൻ വേണ്ടി പോകുന്നതല്ല.
പിന്നെ അതിപ്പോൾ ഞാൻ ഗൾഫിലൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന ആളുകൾ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഞാൻ എവിടേക്കും കറങ്ങാൻ പോയില്ല. എൻ്റെ ജോലി കഴിഞ്ഞാലല്ല ഇത് കഴിഞ്ഞാൽ ഞാൻ റൂമിനകത്ത് പോയിട്ട് കിടക്കലാണ്. പുറത്തു പോലും ഞാൻ പോകാറില്ല. കാരണം എനിക്ക് അങ്ങനെ ചുറ്റി കാണാനോ അതല്ലെങ്കിൽ ഇങ്ങനെ നാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എൻ്റെ മൈൻഡേ വേറെയാണ്. നിങ്ങൾ ഇനി അമേരിക്കയിൽ കൊണ്ട് വിട്ടിട്ട് നല്ലൊരു റൂം വന്നാൽ ഞാൻ സുഖമായിട്ട് റൂമിൽ കയറി കിടക്കും. ഞാനത് കാണാനും പിടിക്കാനും നിൽക്കില്ല. അപ്പോൾ എൻ്റെ മൈൻഡ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് സുഖിക്കാൻ പോണതല്ല. വിദേശ യാത്രകൾ നടത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് തരുന്നത് പ്രവാസികളാണ്. 95% ഫണ്ടും പ്രവാസികളുടെയാണ്. അപ്പോൾ പ്രവാസികളുടെ കൂട്ടായ്മകൾ ഓരോ പരിപാടി സംഘടിപ്പിച്ച് വിളിക്കുമ്പോൾ ഞാൻ നിർബന്ധമായിട്ടും അതിന് പോകണം. കാരണം ഞാൻ ഈ നിലക്കായിട്ടുണ്ടെങ്കിൽ, എന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ നിലയ്ക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പ്രവാസികൾക്കുണ്ട്. അപ്പോൾ അവരുടെ പരിപാടികൾക്ക് നിർബന്ധമായിട്ട് ഞാൻ പോകണം. അതിലൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഫിറോസ് കുന്നംപറമ്പിൽ ഇങ്ങനെ ഉദ്ഘാടനങ്ങൾക്കും കാര്യങ്ങൾക്കും പോവാണ് എന്ന് പറഞ്ഞ ഒരാൾ 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ സുഹൃത്തിനെ വിളിച്ച് ചോദിക്കുകയാണ്, ഇന്ന ദിവസം ഒരു ഉദ്ഘാടനം ഉണ്ട്, ഫിറോസിനെ കിട്ടുമെന്ന്. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളുമായിട്ട് സഹകരിക്കുന്ന പ്രവാസ സംഘടനകൾ നമ്മളെ ഓരോ പരിപാടികൾക്ക് വിളിക്കുമ്പോൾ പോവാതിരിക്കാൻ കഴിയില്ല. ആ പരിപാടിക്ക് പോവും. പക്ഷെ ആ പരിപാടിക്ക് പോകുമ്പോൾ നമ്മളെ കാണാൻ വരുന്ന ആളുകളോ അങ്ങനെയുള്ളവരോടൊക്കെ കാര്യങ്ങൾ പറയും. ഇന്ന രോഗിക്ക് എത്ര കൊടുക്കാൻ പറ്റും, ഇന്നോടേക്ക്. ഇപ്പം തന്നെ ഞാൻ പോയിട്ട് 3 വീട് സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തിൻ്റെ സമൂഹ വിവാഹത്തിനുള്ള കുറച്ച് പൈസ സംഘടിപ്പിച്ചു. അപ്പം അതൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി കൊടുത്തിട്ട് വരികയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിക്ക്. ഓരോ യാത്രകളും എനിക്ക് വേണ്ടിയല്ല, എനിക്ക് ചുറ്റുമുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ഞാൻ ഒരു യാത്രയും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ട സൗഭാഗ്യങ്ങളൊക്കെ എന്നെ തേടി വരുന്നുണ്ട്. പലരും എന്നെ സഹായിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടുമില്ല. തരുന്നതൊക്കെ ഞാനും വാങ്ങിക്കുന്നുണ്ട് എൻ്റേതായിട്ടുള്ളതിന്. ഇപ്പം എൻ്റെ വീടിൻ്റെതിനാണെങ്കിലും ശരി, അതല്ലെങ്കിൽ മറ്റുള്ളതിനൊക്കെ ആണെങ്കിലും ശരി, ഒരാൾ സഹായിക്കാൻ വരുമ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരാളോട് അങ്ങോട്ട് പോയിട്ട് എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ റൂമറുകളൊക്കെ ഉണ്ട്. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിനൊക്കെ ഉത്തരം തരാൻ ഞാൻ തയ്യാറാണ്. അത് ഏത് പൈസയുടെ കണക്കിലാണെങ്കിലും ശരി, ചെയ്യുന്ന വീഡിയോസിലാണെങ്കിലും ശരി, സ്വന്തം കാര്യങ്ങളിലാണെങ്കിലും ശരി. നിങ്ങളോട് മറച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ എന്നെ ഉണ്ടാവാനും പോണില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഈ കടകളുടെ ഉദ്ഘാടനവും അതുപോലെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കടൻ്റെ ഉദ്ഘാടനം ചെയ്യണം. കടൻ്റെ ഉദ്ഘാടനം ചെയ്യാതെ എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക? എനിക്ക് ഡീസൽ അടിക്കണ്ടേ? ഒരു ദിവസം 4000-5000 രൂപയ്ക്ക് ഡീസൽ അടിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള ചിലവുകൾ, കാര്യങ്ങൾ ഇതൊക്കെ നോക്കണമെങ്കിൽ എനിക്ക് ചെയ്യണം. എനിക്ക് മറ്റുള്ളവരെ പോലെ റെസീറ്റ് എടുത്ത് പിരിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ളതൊന്നും വാരിയെടുക്കാനൊന്നും കഴിയില്ല. അപ്പം നമുക്ക് ഈ രീതിക്കുള്ള പൈസ നമ്മുടെ പ്രവർത്തനത്തിനും മറ്റുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനത്തൊക്കെ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം. കുറ്റപ്പെടുത്തൽ മാത്രമായിട്ട് ചില ആളുകളുണ്ട്. നിങ്ങളത് ഇതാക്കണം. ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് പിടുത്തം കിട്ടാവുന്നതേ ഉള്ളൂ. എന്താണ് നമ്മൾ ചെയ്തത്, നമ്മളെന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഫണ്ട് ആവണമെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ 3 ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ ചെറിയ ചെറിയ കേസുകളുടെ കാര്യത്തിന് പോകണ്ടുള്ളൂ. അപ്പോൾ ഈ 3 ദിവസത്തിൽ നമുക്ക് വലിയ കേസുകളില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. ഞാൻ ഉദ്ഘാടനങ്ങൾക്ക് മറ്റ് വിദേശ യാത്ര ചെയ്യുമ്പോൾ അത് അഡ്വാൻസ് ആയിട്ട് ഞാൻ പോകുന്നത് 4 ദിവസത്തേക്കാണെങ്കിൽ 4 ദിവസത്തേക്കുള്ള അഡ്വാൻസ് വർക്ക് അടക്കം ചെയ്തിട്ടാണ് ഞാൻ പോവുക. ചിലപ്പോൾ ചില വീഡിയോകൾ ചെയ്ത് കയ്യിൽ വെച്ചിട്ട് അവിടെ പോയിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യും. അത്രയ്ക്കും കൃത്യമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാക്കരുത്. ഒപ്പം തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങളൊക്കെ, നിങ്ങളോടാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. കാരണം എന്നെ എത്രത്തോളം ഇതാക്കിയ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കളാണ്. നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് 100 വട്ടം എന്നോട് ചോദിക്കാവുന്നതാണ്. എന്നെ വിളിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിനുള്ള മറുപടി തരാം. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളൊക്കെ എന്നോട് ചോദിക്കുക, എന്നോട് കാരണം ഒളിച്ചും മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കങ്ങനെ ഒളിച്ചു വെക്കാനോ പിടിക്കാനുള്ളതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോകണത് കാര്യങ്ങളൊക്കെ. ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ ഉള്ളത് പറയലോ, വിദേശ യാത്രകൾ ചെയ്യുമ്പോൾ വല്ല ഗൾഫ് പര്യടനമൊക്കെ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ വല്ല കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കും. എന്തെങ്കിലും കിട്ടും, ഇല്ല ഒന്നും പറയാനുള്ളൂ, വെറുതെ അല്ലല്ലോ. അതൊക്കെയാണ് നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോകണത്. ഒരിക്കലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന വീഡിയോസൊന്നും അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഒന്നും 1 രൂപ പോലും നമ്മൾ അക്കല്ലാത്ത ഒന്നും വാങ്ങിയിട്ടില്ല. ഇനി അങ്ങനെ അവരുടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെ അപ്പം തന്നെ കൊടുക്കേണ്ട ആളുകളെയും അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് അവരെ കൊണ്ട് കൊടുപ്പിക്കലാണ്. കൂടുതലും നമ്മൾ അങ്ങനെ ചെയ്യില്ല. ഇവർക്ക്
ഇപ്പോൾ ചില വീട്ടിലേക്ക് 10 ലക്ഷം വേണം, അവർക്ക് 10 ലക്ഷം ബാക്കി 2 ലക്ഷം ഉണ്ടെങ്കിൽ അത് വല്ല കിഡ്നി രോഗികൾ ആരെങ്കിലും അവരുടെ വീട്ടിലേക്ക് വരാൻ പറയാം, അവരെ കൊണ്ട് അതിനെ കൊടുപ്പിക്കുക. ആ രീതിക്കൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീണ്ടും വീണ്ടും ഞാനത് ആവർത്തിക്കുകയാണ്. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. കാരണം ഞാൻ വീണ്ടും പറയുന്നു, ഇത് എൻ്റെ പ്രവർത്തനമല്ല, ഞാനും നിങ്ങളും നമ്മൾ ഒരുമിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും തോൽവി, എനിക്കൊരു തോൽവി സംഭവിച്ചാൽ അത് നിങ്ങൾക്ക് കൂടി സംഭവിക്കുന്ന തോൽവിയാണ്. കാരണം നമുക്കെല്ലാം എന്താ പറയുക, ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവാണ്. ഞാൻ എന്ത് പേരുദോഷം ഉണ്ടാക്കിയാലും അത് നിങ്ങളെയും കൂടി ബാധിക്കും എന്നുള്ളത്. പല ആളുകളും പറയാറുണ്ട്, ഫിറോസെ നിനക്ക് എന്തെങ്കിലും ആവുന്നതല്ല, പക്ഷെ നിനക്ക് എന്തെങ്കിലും ആയാൽ ഞങ്ങളെങ്ങനെ തല ഉയർത്തി നടക്കും എന്നുള്ള രീതിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിയാനോ അല്ലെങ്കിൽ എൻ്റെ പേരിൽ അപമാനിതരാവാനോ എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങളെയൊന്നും ഞാൻ അയക്കില്ല. കാരണം അത്രയ്ക്ക് നോക്കി കണ്ണിങ് ആയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ 100 വട്ടം നിങ്ങൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്താ പറയുക വിശ്വസിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, എന്താണെങ്കിലും എന്നോട് നിങ്ങൾ ചോദിക്കണം. പിന്നെ വേറെന്താ, അപ്പോൾ നാളെ മലപ്പുറത്തുണ്ട്, മറ്റന്നാളെ കണ്ണൂർക്ക് പോവും, നാളെ രാത്രി കണ്ണൂർക്ക് പോവും. എന്നിട്ട് കണ്ണൂരിൽ 1-2 വീഡിയോസ് ചെയ്യാനുണ്ട്. വേറൊരു പരിപാടി ഉണ്ട്, ഒരു ഉദ്ഘാടനമൊക്കെ ഉണ്ട് അവിടെയും. അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് വരും. അപ്പോൾ ചിലവ് കുറയ്ക്കുന്നൊരു സംവിധാനം കൂടിയാണ് ഈ ഉദ്ഘാടനങ്ങൾ. കാരണം കണ്ണൂർ പോകുമ്പോൾ അവർ കമ്മിറ്റിക്കാർ റൂം എടുത്ത് തരും, അപ്പോൾ നമുക്ക് അവിടെ താമസിക്കാം. എന്നിട്ട് പിറ്റേന്ന് 7 മണിക്ക് അവിടുത്തെ പരിപാടി. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് അവിടുത്തെ രോഗികളുടെ കേസ് നോക്കാം. 7 മണിക്കത്തെ അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്ക് വരാം. അവിടുത്തെ പരിപാടിക്ക് അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ എന്തിനെങ്കിലുമൊക്കെ റൂം എടുത്തിട്ട്, അപ്പോൾ മാക്സിമം ഇങ്ങനെയൊക്കെ ചിലവ് കുറച്ചും പിടിച്ചിട്ടൊക്കെയാണ് മുന്നോട്ട് പോണത്, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം എല്ലാവരും. അപ്പോൾ അതൊക്കെ പറയാനായിട്ട് വന്നത്. മാക്സിമം നമ്മുടെ പേജ് നമുക്ക് റീച്ച് ഉണ്ടാക്കണം. കാരണം നമ്മുടെ പേജ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാധിക്കുന്നത് നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്കാണ്, രോഗികൾക്കാണ്, വീടില്ലാത്തവർക്കാണ്, വിഷമിക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പേജ് നിങ്ങളുടെയും കൂടി പേജാണ്. എല്ലാവരും ഇത് ഷെയർ ചെയ്യാനും ഇത് കമൻറ്റ് ചെയ്യാനും അതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തണം. കാരണം ഇതിലൂടെയാണ് നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേജ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതുമായിട്ട് സഹകരിക്കണം. മലപ്പുറത്ത് നാളെ രാവിലെ മലപ്പുറം വേങ്ങര ഭാഗത്തൊക്കെ 2 പരിപാടിയുണ്ട്. വൈകുന്നേരത്ത് പെരിന്തൽമണ്ണയിലെ ഒരു ഹിഫ്ള് കോളേജിൽ അവിടുത്തെ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇവിടേക്ക് പോവും, കണ്ണൂർക്ക് പോവും. അതിൻ്റെ ഇടയിലൊക്കെ രാവിലെ തന്നെ അവിടുത്തെ രോഗികളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച്